ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ വന്ന് നിറയണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ഭാരങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയം കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. കർത്താവിന്റെ വലിയ കരുണ കർത്താവ് കാണിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് നമ്മളായിരിക്കുക. സങ്കീർത്തനം 40-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, എന്നെ മോചിപ്പിക്കുവാൻ കനിവുണ്ടാകണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഇന്ന് മക്കളില്ലാത്ത ദമ്പതികള് ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവകരുണയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്നുള്ള വലിയ വിശ്വാസമാണ്. അവൻ ചെയ്ത വലിയ വൻകാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവനുള്ള ഉറപ്പോടുകൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. നമുക്ക് സങ്കീർത്തകനോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളെയും വേദനകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എല്ലാ ഹൃദയങ്ങളും ഈശോയോട് പറയട്ടെ. ഈശോയെ, ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കള് ത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ അതെവിടെയാകട്ടെ, ചിലപ്പോൾ വണ്ടിയിലായിരിക്കാം, ഇപ്പൊ മുറിയിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒരു അടുക്കളയിലായിരിക്കും. എവിടെയായിരുന്നാലും സങ്കീർത്തകനെ പോലെ നമുക്ക് കർത്താവിനോട് പറയാം, നീർച്ചാൽ തേടുന്ന മാൻപേടയെ ദൈവം ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുക? രാപകൽ കണ്ണുനീർ എന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന പല ജീവിതങ്ങൾക്കും രാപകലുകൾ കണ്ണുനീരുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എല്ലാവരും ചോദിക്കുന്നുണ്ടാകും, എന്തിനാ നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തേ നിന്റെ ജീവിതത്തിലോട്ടൊരു കുഞ്ഞിനെ ലഭിച്ചില്ല എന്ന് ചോദ്യശരങ്ങളുടെ മുൻപിലായിരിക്കും നിങ്ങളായിരിക്കുക. എന്നാല് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയില് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. ഈ ഒരു അവസ്ഥയിൽ നിന്ന്, മക്കളില്ലാത്ത ഈ ഒരു വേദനയുടെ നടുവിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ദൈവത്തിന്റെ മുൻപില് വിശ്വസ്തയോടെ വ്യാപരിച്ച ദാനിയേലിനെയും കൂട്ടരെയുമാണ് രാജാവ് തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. ആ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയുടെ ഹൃദയമുയർത്തി ആരാധന സ്തുതിപ്പുകൾ അർപ്പിച്ച് ഉള്ളുനൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ദൂതനയായി ചെളം കാറ്റുപോലെ കടന്നുവന്ന് തീജ്വാലകളെ ആട്ടിയകറ്റിയൊരു ദൈവത്തിന്റെ വലിയ ചിത്രമാണ് ഈ ആരാധന, ഈ ശുശ്രൂഷയുടെ മുൻപിൽ കർത്താവ് എനിക്ക് നൽകുക. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് നിങ്ങളിൽ പലരും കണ്ണുനീരിന്റെ തീജ്വാലയിലായിരിക്കാം. രാപകൽ കണ്ണുനീരായി മോചനം കിട്ടാത്ത ഒരു തകർച്ചയുടെ നടുവിലാണ് എങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കാണണേ കർത്താവേ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഉള്ളുരുകി മനസ്സു തുറന്ന് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു വലിയ വേദന, പ്രത്യേകിച്ച് നിങ്ങൾ കടന്നു പോകുന്ന ഈ വലിയ വേദനയ്ക്ക് ഉത്തരം തരാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. ഈശോയെ, അവിടുന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ അടയാളം ചെയ്യണേ. ഈശോയെ, അവിടുന്ന് കൈനീട്ടി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു.
കർത്താവേ, നിന്റെ വലിയ അനുഗ്രഹത്തിന്റെ കരം വെളിപ്പെടട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് ഈ മക്കളിലേക്ക് ആത്മാവിന്റെ നിറവുണ്ടാവട്ടെ. ആത്മാവിന്റെ വലിയ നിറവുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുണ്ടാവട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ അത്ഭുതകരമായിട്ട് ഇടപെടണേ കർത്താവെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന എന്റെ ഈശോയെ, അടയാളങ്ങൾ ചെയ്യുന്ന എന്റെ ഈശോയെ, അവിടുന്ന് വലിയ മഹത്വത്തോടെ എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളൊക്കെ നികത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നികത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഏറ്റെടുക്കണമേ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പരിശുദ്ധാത്മാവെ, സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവ് ഒന്ന് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, ആത്മാവിന്റെ ചൈതന്യം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് ഹൃദയം തുറന്ന് നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ അന്ന് വസിക്കണേ ആത്മാവേ. എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. സ്വർഗം തുറന്നിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. എന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ശുശ്രൂഷയില് മക്കളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലും പങ്കുചേരുന്നുണ്ടെങ്കിൽ ആത്മാവാ ദൈവമേ, ഉള്ളു തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പരിശുദ്ധാത്മാവേ, വന്ന് വസിക്കണേ ആത്മാവേ. തിരുരക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ അഗ്നിയായി, പരിശുദ്ധി നൽകണേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. അഗ്നിയാൽ എന്നെ അഭിഷേകം ചെയ്യണേ. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിലേക്ക്, എന്റെ സങ്കടങ്ങളിലേക്ക്, എന്റെ വേദനകളിലേക്ക് ആത്മാവെ വന്ന് നിറയണമേ. വന്ന് വസിക്കണമേ പരിശുദ്ധ. ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹൃദയം തുറക്കപ്പെടട്ടെ. വചനം കൊണ്ട് ഹൃദയം നിറയപ്പെടട്ടെ. ഭാരങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, വലിയ പ്രതീക്ഷയുണ്ടാവട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. നിന്റെ മക്കളിലേക്ക് വന്ന് നിറയണമേ. നിന്റെ മക്കളിലേക്ക് വന്ന് നിറയണമേ. സങ്കടങ്ങളിലേക്ക് വന്ന് നിറയണമേ. വേദനകളിലേക്ക് വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, ശരീരത്തിന്റെ വലിയ തകർച്ചകളിലേക്ക് വന്ന് നിറയണമേ. ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഈ മക്കളിലേക്ക് വലിയ അടയാളങ്ങൾ ചെയ്യാൻ എന്റെ പരിശുദ്ധാത്മാവേ അങ്ങ് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, കാനായിലെ കല്യാണവേളയിൽ വലിയ അത്ഭുതം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ചെയ്തു. മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്ത വലിയ അടയാളം. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ഉം 25-ഉം വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്തെന്ന് അവിടുന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നുവെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ അനേകർക്ക് ഉത്തരം കൊടുത്ത് മടുത്തിരിക്കുന്ന ഒരു മനസ്സായിരിക്കും. ആരുടെയും അടുത്തിറങ്ങിപ്പോകാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു മനസ്സോടുകൂടി ഹൃദയം നുറുങ്ങി, ഒരുപക്ഷെ ജീവിത പങ്കാളി പോലും മനസ്സിലാക്കുന്നില്ലാത്ത ഒരു സ്റ്റേജിലൂടെയൊക്കെ ഒരുപക്ഷെ നീ കടന്നു പോകുന്നുണ്ടോ? നിന്റെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നിന്നെ മനസ്സിലാക്കാത്തൊരു സ്റ്റേജിലൂടെയായിരിക്കും നീ കടന്നു പോകും. ജീവിതം അടുത്തോ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടാകും.
എന്നാൽ ഇന്ന് ഈശോ നിന്നോട് പറയുകയാണ്, നീ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്നെക്കുറിച്ച് ആരും എന്നോട് സാക്ഷ്യപ്പെടുത്തേണ്ടതില്ല. നിന്റെ കണ്ണുനീർത്തുള്ളികൾ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്നിലുള്ളത് എന്താണെന്ന്, നിന്റെ ഭാരം എന്താണെന്ന്, നിന്റെ രാവുകൾ എന്താണെന്ന്, നിന്റെ പകലുകൾ എന്താണെന്ന്, നിന്റെ നെടുവീർപ്പുകൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ചേർത്ത് പിടിക്കാം മക്കളെ. ഈ ലോകത്ത് പോകാനൊരിടമില്ലാതെ ഈശോ മാത്രമുള്ളെന്നുള്ള വിശ്വാസത്തോടെ ഉത്തരം തരും എന്റെ കർത്താവ്. എന്റെ കർത്താവ് എനിക്ക് ഉത്തരം തരും. അവൻ എന്റെ അടുക്കൽ വരുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്കൊരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഈ മക്കളുടെ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്രയോ വലിയ വേദനയുടെ ഇരുളടഞ്ഞ രാത്രികളുടെ മുമ്പിലൂടെ ഈ മക്കൾ കടന്നു പോകുന്നു. ഈശോയെ, ഇന്ന് അങ്ങയുടെ മുമ്പിൽ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ നിറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ പ്രാർത്ഥനയോടെ ഒരുങ്ങി നമ്മളായിരിക്കുന്ന 3 ദിനങ്ങളാണിത്. കർത്താവ് ഈ 3 ദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്ന വചനമാണ് ഞാൻ ആദ്യം വായിച്ചത്. സങ്കീർത്തനം 40-ാം അധ്യായം 13-ാമത്തെ വചനം. കർത്താവേ, എന്നെ മോചിപ്പിക്കുവാൻ കനിവുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഞാൻ ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. ഈ ശുശ്രൂഷയില് പങ്കെടുക്കുന്ന മക്കള് സാധിക്കുമെങ്കിൽ ഈ 3 ദിനവും ഈ വചനം പറഞ്ഞ് പറ്റുന്നിടത്തോളം ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തിയാണ് ഒരു ഭർത്താവിന്, ഒരു കുടുംബത്തിന്, ഒരു ഭാര്യയ്ക്ക് കുഞ്ഞിനെ ജന്മം കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മുടെ കൈവെള്ളയിൽ എത്തും വിധത്തിൽ കൺമുമ്പില് കയ്യെത്തും ദൂരത്തൊക്കെയുണ്ട്. എന്നാല് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ദൈവം തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പലരും പറയും ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും ദൈവം തിരുമനസ്സാകുന്നില്ല, അത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരുമിച്ച് കുരിക്കുമ്പോൾ ഈ വലിയ ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മാത്രം സാധിക്കുന്ന വലിയ കൃപയുടെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. എനിക്ക് അനേക വ്യക്തികളെ എനിക്ക് പരിചയമുണ്ട്, മക്കളില്ലാത്ത അനേക ജീവിതങ്ങളെ പ്രാർത്ഥനയിലൂടെ ദൈവം അനേക വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത ഒത്തിരി സാക്ഷ്യങ്ങൾ, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ എന്റെ കൺമുൻപിലുണ്ട്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയും. ദൈവത്തിനെല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അവസ്ഥ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടത്തിന്റെ തലമാണ് എന്ന് ഉള്ളത് സത്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ ഈശോയുടെ തിരുവചനങ്ങളുമായിട്ട് ഞാൻ ആയിരിക്കുക. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, യഹൂദ ആചാരപ്രകാരമൊക്കെ ഒരു വ്യക്തി കുഞ്ഞില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അത് അവരുടെ ജീവിതത്തിലെ സഹനത്തിന്റെ, നാണക്കേടിന്റെ ഒക്കെ ഒരു വലിയ കാത്തിരിപ്പിന്റെ ഒക്കെ ഒരു തലമായിട്ടാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കടാക്ഷമില്ല, ദൈവത്തിന്റെ അനുഗ്രഹമില്ലെന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് വിശുദ്ധഗ്രന്ഥം നമുക്ക് കാണിച്ചു തരികയാണ്. എന്നാല് അതേ ബൈബിള് നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ മുൻപില് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി അവനിലേക്ക് നോക്കി കണ്ണുനീര് പൊഴിക്കുന്ന ജീവിതങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതം ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ പ്രവൃത്തിയാണ് ഒരു കുഞ്ഞ് എന്നുള്ളത് നമുക്ക് തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ വലിയ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ഒരു വലിയ സത്യമുണ്ട്, ദൈവം തരും. പ്രാർത്ഥിച്ച കർത്താവ് നമുക്കത് തരും.
വിശ്വസിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രതീക്ഷയോടെ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഫാമിലി കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷങ്ങൾ പിന്നിടുകയാണ്. സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്. ഭർത്താവ് മദ്യപാനത്തിന്റെ വഴികളിലൂടെയൊക്കെ പോകുന്നു. കുഞ്ഞില്ലാത്തതിന്റെ ഒരു അവസ്ഥ, ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവര് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്, ഇനി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. എന്നാൽ ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അഗാധമായ ഡിപ്രഷനിലേക്ക് ആ വ്യക്തിയെ, പ്രത്യേകിച്ച് ആ മകളെ നയിക്കുകയാണ്. ഒരു ഡിപ്രഷൻ അവളെ ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തിച്ചു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു ശുശ്രൂഷയ്ക്ക് ധ്യാനം കൂടാനായിട്ട് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കൾക്ക് വേണ്ടി പേഴ്സണലി ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം റിക്വസ്റ്റ് വെച്ചപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ തലയിൽ ഞാൻ കൈവച്ച നിമിഷം ഈശോനോട് പറയുകയാണ്, ഇനി കുഞ്ഞ് ഒരിക്കലും കിട്ടില്ലാത്തതുകൊണ്ട് ഇനി കുഞ്ഞ് വേണ്ട എന്നൊരു ചിന്തയോടെയാണ് ഈ മക്കൾ ഇവിടെ വന്നിരിക്കുക. ആ ഒരു ചിന്ത എടുത്തു മാറ്റാൻ അവരോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരുടെ അടുക്ക ചെന്നിട്ട് പ്രാർത്ഥിക്കാനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ളതാണ്. കാരണം കുഞ്ഞുണ്ടാകില്ല. ശാസ്ത്രം അങ്ങനെയാണ് പറഞ്ഞത്, ഡോക്ടർമാരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങൾ എടുത്തു മാറ്റിയാൽ, ഈ നിരാശയുടെ, ഈ ഡിപ്രഷന്റെ, ഇനി കിട്ടില്ല എന്നുള്ള ചിന്ത എടുത്തു മാറ്റിയാൽ ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകിയെത്തും എന്നവരോട് ഞാൻ ഈശോനോട് പറയുക. എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ധ്യാനം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ പ്രഗ്നന്റ് ആയി. അത് വീണ്ടും അബോർഷനായിപ്പോയി. വീണ്ടും അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവള് പ്രഗ്നന്റ് ആയി. അത്ഭുതകരമായിട്ട് ഒരു മരുന്നോ ഒരു ടാബ്ലറ്റോ ഒരു ഫോളിക് ആസിഡ് പോലും കഴിച്ചിട്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ ഇടപെടുകയാണ്. ഇന്ന് അവരുടെ കുഞ്ഞിന് 2 വയസ്സാകാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും ആ പെങ്കൊച്ചോണ്ട് പറയും, സിസ്റ്റർ, ഇത് സിസ്റ്ററിലൂടെ ഈശോ എനിക്ക് തന്ന ഒരു കുഞ്ഞുമാവയാണ്. ഞാൻ എപ്പോഴും ഇവനെ കയ്യിലെടുക്കുമ്പോൾ എന്റെ ഈശോയെ കയ്യിലെടുക്കുന്നത് പോലെയാണ് എന്ന്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കും നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, കിട്ടില്ല എന്നുള്ളതല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള വലിയ സത്യത്തിലേക്ക് നിങ്ങൾ ഈ ധ്യാന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതായത് ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളും മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുക. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും തിരിച്ചറിയുമ്പോൾ നമ്മൾ കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ഈ ധ്യാനത്തിന്റെ ആരംഭത്തിൽ എനിക്ക് തരാനായിട്ടുള്ളത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ്. നമുക്കത് കാണാൻ പറ്റുന്നത് ബൈബിളില് അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിലാണ്. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വചനം. കർത്താവിന്റെ വാഗ്ദാനങ്ങളൊക്കെ സ്വീകരിച്ച അബ്രഹാമിന് ഇനിയൊരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത അബ്രഹാമിന്റെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ സാറായാണെങ്കില് നമുക്കറിയാം വന്ധ്യത നിറഞ്ഞവളാണ്. അതുകൊണ്ട് തന്നെ ദൈവം പ്രോമിസ് ചെയ്തതൊന്നും അബ്രഹാമിന്റെ തലമുറയ്ക്ക് ലഭിക്കില്ല. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങള് കാനാൻ ദേശത്തേക്ക് പോകും എന്നൊക്കെ കർത്താവ് പറഞ്ഞത് ലഭിക്കില്ല എന്നുള്ളതറിയാം. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രായമേറിയ കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ വാഗ്ദാനമാകുന്ന ഈ ഇസഹാക്കിനെ ദൈവം അവർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ഈശോ നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആരംഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മള് ധ്യാനം നടത്തിയപ്പോൾ 17 വർഷമായിട്ട് മക്കളില്ലാത്തൊരു ദമ്പതികൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്ഭുതകരമായിട്ട് കുഞ്ഞിനെ കൊടുത്ത വലിയ സാക്ഷികളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ദൈവം എത്രയോ ജീവിതങ്ങളെയാണ് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുക. നമ്മുടെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അബ്രഹാമിന്റെ ജീവിതത്തില് മനുഷ്യന് എന്നല്ല, ശാസ്ത്രത്തിനല്ല, ബുദ്ധിക്കൽ അബ്രഹാമിന് പോലും ചിന്തിക്കാനാവാത്ത ഒരു സമയത്താണ് ദൈവം അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ദൈവം ഒന്നാമതായി പറഞ്ഞു വെക്കുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളത്. രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരാള് എന്ന് പറയുന്നത് ഹന്നയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിലാണ്.
സത്യത്തിൽ ഈ ഹന്നായെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ, ഈ ഹന്നായെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഹന്നായെ, അവള് ആരുമില്ലാത്ത ഒരു ഏകാന്തതയുടെ നടുവിലാണ്, കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന് സ്നേഹമുണ്ടെങ്കിലും അതിന്റെ എക്സ്പ്രഷനൊക്കെ മറ്റു ഭാര്യയേക്കാൾ കുറവാണ് അവൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം അവളുടെ മനസ്സിൽ ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ സങ്കടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഹന്നായുടെ പ്രാർത്ഥനയുടെ നടുവില് അവള് ദൈവത്തിന്റെ മുൻപിലെ ജീവിതത്തിൽ ഒന്നും സന്തോഷിക്കാനില്ല അവക്ക്. അവര് ദേവാലയത്തിൽ ചെന്നു. എന്നാല് പെനീനായും എൽക്കാനായും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ആഘോഷിക്കുന്നു. ഇവക്കൊന്നും ആഘോഷിക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് ഇവളുടെ ഏക പ്രതീക്ഷയും ആശ്രയവും ദൈവം മാത്രമാണ്. അപ്പൊ ഈ ദേവാലയത്തിൽ ചെന്നിട്ട് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ന്, 1 സാമുവേൽ 1-ാം അധ്യായം 10-ാം വചനം അതാണ്. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ ഹന്നായുടെ വലിയൊരു പ്രത്യേകത പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം നിങ്ങൾ പങ്കെടുക്കുമ്പോ ഒന്നാമതായി അബ്രഹാമിനെയും സാറായെയും നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ആഗ്രഹം, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. കാരണം എൽക്കാനായും പെന്നീനായും കുഞ്ഞുങ്ങളുമായി അവര് ഇവളെ മറന്നതുപോലെ ആഘോഷിക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ ഓർക്കാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ തേങ്ങലാണ് ഹന്നായുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവള് പറഞ്ഞു, അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവള് പറഞ്ഞു, എനിക്ക് ഒരു ഉദരഫലം ലഭിച്ചാൽ അത് നിന്റേത് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിക്കണം, ഈ ധ്യാന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോ, 1, നിന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. 2, നീ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറും. 3, ദൈവം നിന്റെ പ്രാർത്ഥന തരാൻ പോകുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെതാക്കി നീ വളർത്തുന്ന തീരുമാനം ഒന്നെടുക്കുക. നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും, ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെതാക്കി നീ വളർത്തും എന്ന് ഉള്ളത് ഒരു തീരുമാനം എന്ന് നിന്റെ മനസ്സിലുണ്ടാവട്ടെ. അങ്ങനെ അവള് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏലി പുരോഹിതൻ അവളുടെ അടുക്കലേക്ക് വരുന്നതും അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രതിഫലം കൊടുക്കുമെന്ന് ഏലി പുരോഹിതനിലൂടെ ദൈവം ഒരു വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് കാണുകയാണ്. പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം എപ്പോഴും ഇടപെടും. അത് ലോകം എന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന ജീവിതത്തിന്റെ മുൻപിൽ ദൈവം കണ്ടുമുട്ടും. അതെപ്പോഴെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതെപ്പോഴെന്ന് നമുക്കറിയില്ല. പ്രാർത്ഥിച്ച അവളുടെ മുഖം, ഉത്തരം ലഭിച്ച അവളുടെ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമായിട്ടില്ല എന്ന് തിരുവചനം 1 സാമുവേൽ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ 2-ാമത്തെ ചിന്തയായിരിക്കട്ടെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ദൈവം തരുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെതാക്കി വളർത്തുന്ന തീരുമാനമെടുക്കുക. 3-ാമതായി, ഇനി കർത്താവിന്റെ വാഗ്ദാനം ലഭിക്കാത്തതോർത്ത് നീ കരയില്ല. നീ ഉറച്ചു വിശ്വസിക്കുകയാണ്, പ്രതീക്ഷയുള്ളവളായിരിക്കുകയാണ്. പ്രതീക്ഷയുടെ ഒരു വ്യക്തിയായി നീ മാറണം. അടുത്ത നാളില് എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പാണ് ഞാനൊരു കൺവെൻഷന് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. സിസ്റ്ററെ, കല്യാണം കഴിഞ്ഞ് 4 വർഷമായി, കുഞ്ഞുങ്ങളില്ല, സിസ്റ്റർ പ്രാർത്ഥിക്കണം, പറ്റുന്നില്ല സിസ്റ്ററെ മുന്നോട്ട് പോകാൻ. അവൻ പൊട്ടിക്കരയുകയാണ്. കാരണം അവന്റെ വേദന അത്ര വലുതാണ്. കാരണം അവന്റെ ചേട്ടന്മാരും അനിയന്മാരും കല്യാണം കഴിഞ്ഞു, അവർക്കൊക്കെ പിള്ളേരായി. അതുകൊണ്ട് തന്നെ ഇവള് നാട്ടിൽ പോകാൻ സമ്മതിക്കില്ല സിസ്റ്ററെ. അങ്ങനെയൊക്കെ ചെറുപ്പക്കാരൻ പറയുന്നു. നമുക്കറിയാം, വേദനകൾക്ക് അതൊന്നും ആർക്കും അളന്നു തീർക്കാൻ പറ്റുന്ന വേദനകളല്ല. ഇപ്പൊ കൈക്ക് ഇത്ര ഒരു മുറിവുണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്കിൻ പൊട്ടിയതാണെങ്കിൽ, ഒരു സ്കിൻ ഇത്ര പൊളിഞ്ഞു പോയി, ഒരു എന്താ പറയുക, കൈ ഒടിഞ്ഞു, ഇതിനൊക്കെ ഇത്ര വേദനയുള്ളെന്ന് ഒരു പരിധി വരെ നമുക്ക് മെഡിക്കൽ സയൻസിൽ നമുക്ക് കണ്ടെത്തി പറയാൻ പറ്റും. ഇത്രയും വേദനയൊക്കെ ഉള്ളൂ ഇതിന് എന്ന്. എന്നാല് ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരമ്മയാകാൻ വേണ്ടി കൊതിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അവൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴമെന്ന് പറയുന്നത് ഒരാൾക്കും അളന്നു കൊടുക്കാൻ പറ്റില്ല. അത് ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ആ വേദനയുടെ ആഴം ഒത്തിരി വലുതാണ്. അതിനൊരു സ്കെയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇപ്പൊ ഒരു വ്യക്തി, പ്രിയപ്പെട്ട ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വേദനയുണ്ട്. പക്ഷെ ആ വേദന പോലും കാലങ്ങൾ ചിലപ്പോൾ ഉണക്കും, അല്ലെങ്കിൽ മക്കള് ഉണ്ട് ഒക്കെ ഒരു ആശ്വാസം തലത്തിലേക്ക് പോകും. പക്ഷെ ഇതെന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല, കിട്ടുമോ എന്നറിയില്ല. ആ ഒരു വേദനയുടെ നൊമ്പരം വളരെ വലുതാണ്. എന്നാൽ ഈ നൊമ്പരത്തെ അളന്നെടുക്കാൻ പറ്റുന്ന ഒരാള് കർത്താവ് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ നമ്മൾ വീണ്ടും നമ്മൾ കാണുന്ന അടുത്ത വ്യക്തിയാണ് റെബേക്ക. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 21-ാമത്തെ വചനത്തില് റെബേക്ക കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. പ്രയർ ഓപ്പൺ ദ വൂം, അതാണ് വചനം പറഞ്ഞു വെക്കുക. ദൈവം പ്രാർത്ഥന കേട്ട് ഉദരത്തെ തുറക്കുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ പ്രാർത്ഥനയിൽ മടുപ്പില്ലാത്തൊരു വ്യക്തിയാക്കി നീ എന്നെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. നാലാമതായി, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒത്തിരി പേരുണ്ട് ബൈബിളില്. എന്നിരുന്നാൽ തന്നെയും പറഞ്ഞു പോകുമ്പോ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് എലിസബത്തും സക്കറിയായും. സക്കറിയയുടെ സ്ഥാനം എന്ന് പറയുന്നത് ദേവാലയത്തിലാണ്. സക്കറിയ ദേവാലയത്തിലാണ്. ദേവാലയം വിട്ടുപോകാത്ത ഒരു സക്കറിയായെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു കുഞ്ഞിനെയാണ്, സ്നാപക യോഹന്നാനെയാണ് കർത്താവ് സക്കറിയാക്കും എലിസബത്തിനുമായിട്ട് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ദേവാലയം വിട്ടുപോകാത്തവർക്ക് ദേവാലയത്തിന്റെ കൃപയുണ്ട്. അത് നമുക്ക് വേണം, അത് നമുക്ക് ഈശോയോട് ചോദിക്കണം. ഈശോ നമുക്കത് തരും. കർത്താവ് ഇന്ന് ഈ ദിവസം നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഈ ചിന്തകള് നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാ മക്കളും ഒന്ന് കണ്ണുകളടച്ചേ. കർത്താവെ, നിനക്കൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എന്റെ കർത്താവിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവ് വഴി പരിശുദ്ധ അമ്മ ഗർഭം ധരിക്കപ്പെടുകയാണ്. മനുഷ്യശാസ്ത്രത്തിന് ഒരിക്കലും വിവരിക്കാനാവാത്ത വലിയൊരു സത്യം. നമ്മുടെ ദൈവത്തിന്റെ സാധ്യതയെ നീ കണ്ടെത്തണം, നീ അനുഭവിക്കണം. നീ ഈശോയോട് പ്രാർത്ഥിക്കും, കർത്താവെ നിനക്കെല്ലാം സാധിക്കും. രണ്ടാമതായി നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്റെ കർത്താവിനോടുള്ള എന്റെ നിരന്തര പ്രാർത്ഥന സ്വർഗത്തിന്റെ കൃപാകടാശമിലേക്ക് വരാൻ ഇടയാക്കും. പ്രാർത്ഥിക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ഇന്ന് വരാൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ സന്നിധിയില് മൂന്നാമതായി ദേവാലയ പരിസരം വിട്ടുപോകാത്തൊരു വ്യക്തിയായി നമുക്ക് മാറാം. ഇത് ദൈവത്തിന്റെ ദാനമാണ്. സങ്കീർത്തനം 127 നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ ഇരിക്കുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും സങ്കീർത്തനം 127 വ്യക്തമായിട്ടറിയാം. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ഉദരഫലം അവിടുത്തെ അനുഗ്രഹവും. കർത്താവെ, നിന്റെ വലിയ സമ്മാനം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. ഈ മക്കള് മനുഷ്യരുടെ ശകാരങ്ങളും കുത്തുവാക്കുകളും ചോദ്യങ്ങളും ഭയന്ന് നെഞ്ചുരുകിയ നിമിഷങ്ങളുണ്ട് ഈശോയെ. എന്നാല് നിന്റെ അത്ഭുതകരമായ ഇടപെടല് ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവെ മഹത്വം. ഈശോയെ, ഈ മക്കളുടെ നുറുങ്ങിയ ഹൃദയത്തെ നീ കാണണേ ഈശോയെ. മക്കളില്ലാത്ത അനേക ജീവിതങ്ങൾ ഇന്ന് എന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ കൂട്ടായ്മയിലുള്ളവര്, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവര്, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കള്, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് മനസ്സും അടുത്തുപോയവരെയൊക്കെ സമർപ്പിക്കുക. ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു. എന്റെ തമ്പുരാന്റെ വലിയ അത്ഭുതം സംഭവിക്കട്ടെ. എന്റെ തമ്പുരാന്റെ വലിയ ഇടപെടലുകൾ ഇന്ന് ഈ ദിവസം ഇവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. കർത്താവെ ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഈശോയെ, മഹത്വം, മഹത്വം. വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കാൻ, നമുക്ക് ആശ്രയിക്കാം കർത്താവില്, ആരാധിക്കാം നമ്മുടെ കർത്താവിനെ. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ. ഒന്നുമില്ല നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട്. ഇല്ലപ്പാ, എല്ലാം നിനക്ക് സാധ്യമാണ് കർത്താവേ. ദൈവത്തിന്റെ മഹത്വം കാണാം, ദൈവത്തിന്റെ വ്യക്തി കാണാം. ഈശോയെ, ദൈവത്തിന്റെ വിടുതൽ കാണാം, ദൈവത്തിന്റെ കരുതൽ കാണാം. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ മക്കളെ. തടസ്സങ്ങൾ മാറട്ടെ. മനസ്സ്, ശരീരം, ആത്മാവെല്ലാം വലിയ പ്രതീക്ഷ നിറയട്ടെ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നിന്റെ മക്കളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ, നിന്റെ മക്കൾക്ക് ഇന്ന് വലിയ അത്ഭുതങ്ങൾ കാണാൻ ഇടയാകട്ടെ. ഈശോയെ, ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. ഈശോയെ, ദൈവത്തിന്റെ മഹത്വം കാണാം, ദൈവത്തിന്റെ വിടുതൽ കാണാം, ദൈവത്തിന്റെ വിടുതൽ കാണാം, ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ഈശോയെ, ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു കർത്താവേ. ഇവിടുന്ന് വലിയ പ്രവൃത്തികൾ ചെയ്യണേ. മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥിച്ചേ. എന്റെ ദൈവം എന്നെ സന്ദർശിക്കുമെന്ന് വിശ്വസിച്ച് ആരാധിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവേ, അവിടുന്ന് സക്കറിയായെ സന്ദർശിച്ചതുപോലെ, കർത്താവെ അവിടുന്ന് ഹന്നായെ സന്ദർശിച്ചതുപോലെ, ഈശോയെ അവിടുന്ന് ഈ മക്കളെ സന്ദർശിക്കണേ അപ്പാ. അവിടുന്ന് സാംസന് ജന്മം കൊടുക്കാൻ സാംസന്റെ അമ്മയെ സന്ദർശിച്ചതുപോലെ കർത്താവെ അവിടുന്ന് ഈ മക്കളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവ സന്ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം തൊടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയ സാധ്യത നിന്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധി അമ്മേ, പൊന്നു മാതാവേ, വാഗ്ദാനം പൂർത്തിയാക്കുന്ന അമ്മേ, അമ്മ ഈശോട് പറ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണേ. വാഗ്ദാനം പൂർത്തിയാക്കുന്ന കർത്താവേ ഇടപെടണമേ എന്ന് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. വലിയ പ്രാർത്ഥനയിലായിരിക്കുക. ദേവാലയം വിട്ടുപോകാതിരുന്നാൽ ദേവാലയത്തിന്റെ സമ്മാനം കർത്താവ് നിനക്ക് നൽകും. ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന വലിയ ഗിഫ്റ്റാണ് കുഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വീണ്ടും എനിക്കറിയാം നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വലിയ ഹൃദയം നുറുങ്ങിയ ഒരവസ്ഥ നിങ്ങൾ ഒത്തിരി പേർക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പുറമെ എത്ര ചിരിച്ചാലും ഉള്ളിന്റെ ഉള്ള ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കർത്താവിന്റെ വചനം പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് കർത്താവ് പറയാം.
അതുകൊണ്ട് നിന്റെ ഈ ഒരു അവസ്ഥ, നിന്റെ ഒരു നിരാശ, നിന്റെ മുറിവ് ഈശോയുടെ കരങ്ങളിലേക്ക്. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും, ഈശോയെ എന്താ കർത്താവേ, നീ എവിടെയാ? നീ എന്നെ കേൾക്കുന്നില്ലേ? നീ എന്തേ എനിക്ക് ആൻസർ തരാത്ത? എന്നാല് ഈ നുറുങ്ങിയ ഹൃദയത്തിന്റെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുന്നത്. ഈ ഹൃദയത്തിന്റെ നിലവിളി ദൈവം കേൾക്കും. ഒരു ബർത്തിമേയുസ് നിലവിളിച്ചപ്പോ അത് ദൈവത്തിന്റെ കാതിലെത്തി. ആ ഹൃദയം നുറുങ്ങിയ നിലവിളിയാണ്. ഈശോ ജെറീക്കോയിലൂടെ നടന്നു പോകുമ്പോ ഈശോയുടെ ചുറ്റും ഒത്തിരി പേര് ആർത്ത് വിളിച്ചിട്ടുണ്ടാവും. എന്നാൽ നുറുങ്ങിയ ഒരു ഹൃദയത്തിന്റെ നിലവിളി ഈശോയുടെ നടപ്പിനെ നിർത്താൻ ഇടയാക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തില് ഇസ്രായേൽ മക്കളുടെ നിലവിളിയാണ്. ദൈവത്തിന്റെ കാതുകളിൽ എത്തുകയാണ്. അവരുടെ നിലവിളി, അവരുടെ ദീനരോധനം ദൈവത്തിന്റെ കാതുകളിലെത്തി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ദൈവത്തെ കുറിച്ച് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഈശോയുടെ വചനവതാണ് പുറപ്പാട് 2:24. ദൈവം ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും 23-ാമത്തെ വചനമാണ്. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിയുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. പക്ഷെ നമുക്ക് ഈ നിലവിളികളെല്ലാം ദൈവസന്നിധിയിൽ എത്തണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ മനസ്സ് തുറന്ന് വിശ്വാസത്തോടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. വീണ്ടും സങ്കീർത്തനം 34-ാം അധ്യായം 18-ാമത്തെ വചനമാണ് നമ്മൾ പറഞ്ഞത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, അവിടുന്ന് മനമുരുകിയവരെ രക്ഷിക്കുന്നുവെന്ന്. വീണ്ടും സങ്കീർത്തനം 56-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, എന്റെ കണ്ണുനീർ തുള്ളികളെല്ലാം എന്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീര് മുഴുവൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മക്കളില്ലാത്ത ദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മുടെ ദീനരോധനം കേട്ടു, നമ്മുടെ കണ്ണുനീര് കണ്ടു എങ്കിൽ ഈശോ ആൻസർ തരില്ലേ? പക്ഷെ ഉത്തരം തരില്ലേ? യെസ്, പക്ഷെ ഉത്തരം തരും. ഉത്തരം തരും ഈശോ. ഒരു മനുഷ്യന്റെ ദൈവത്തിന്റെ പക്കലേക്കുള്ള നിലവിളിക്ക് തീർച്ചയായും ഉത്തരമുണ്ട്. ദൈവത്തിന് ഉത്തരമില്ലാത്ത മനുഷ്യന്റെ ഒരു ചോദ്യങ്ങളുമില്ല. പക്ഷെ ദൈവം ഉത്തരം തരുന്നത് നമ്മുടെ ജീവിതത്തില് 3 വിധത്തിലായിരിക്കും ദൈവം ഉത്തരം തരിക. ഒന്നാമത്തെ കാര്യം, ദൈവം ഉത്തരം തരുന്നത് അവന്റെ സമയത്ത്, എന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ ഏറ്റവും നന്മയായിരിക്കുന്നിടത്താണ് ദൈവം എനിക്ക് ഉത്തരം തരും. ദൈവത്തിന്റെ സമയത്ത് ദൈവം എനിക്ക് ഉത്തരം തരും. എനിക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് എപ്പോഴാണോ വേണ്ടത് ആ സമയത്താണ് കർത്താവ് എനിക്ക് ഉത്തരം തരിക. ഒരു ചേട്ടൻ എന്നോട് സംസാരിക്കുകയാണ്, എന്റെ സിസ്റ്ററെ, ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പോ ഒരു ഫോൺ പോലും കാണാനില്ലായിരുന്നു. ഇന്നത്തെ പിള്ളേർ ജനിച്ചപ്പോ തൊട്ട് ഒരു ഫോൺ കാണുന്നു, അവർക്കെല്ലാം കൈവെള്ളയിലുണ്ട്. ഈ കാലഘട്ടത്തിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ചേട്ടന്റെ ഒരു ചിന്തയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ആ കാലഘട്ടത്തിൽ ജനിക്കണം എന്നുള്ളതും ആ കുറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കണം എന്നുള്ളതും ദൈവം നിന്നെ കുറിച്ച് വെച്ചതാണ്. ദൈവം നിനക്കായിട്ട് അതാണ് അന്ന് അനുവദിച്ചത്. ദൈവം നീ എപ്പോൾ എവിടെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ തരണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ് എങ്കിൽ ദൈവം അത് ദൈവത്തിന്റെ സമയത്ത് നിനക്ക് തരും. നിനക്ക് ഏറ്റവും നന്മയായിരിക്കുന്ന സമയത്ത് ദൈവം നിനക്ക് തരും. ചില വ്യക്തികൾ ഇങ്ങനെയുണ്ട്, പ്രഗ്നന്റ് ആകാൻ വേണ്ടി മഴക്കാലത്ത് കുഞ്ഞുങ്ങളുണ്ടാകരുത്, വിന്ററിൽ ഉണ്ടാകണ്ട, സമ്മറിൽ കുഞ്ഞുങ്ങളുണ്ടാകും, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, എന്തൊക്കെ ആഗ്രഹിച്ചാലും എന്തൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്താലും ദൈവത്തിന്റെ സമയത്തെ ഒരു കുഞ്ഞിനെ കിട്ടും. ഉത്തരവുണ്ട്, അത് നിങ്ങൾ ഇപ്പോഴും മറന്നു പോകരുത്. രണ്ടാമതായിട്ട് ചിലപ്പോ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവും. പക്ഷെ പറയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തേ മക്കളെ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറഞ്ഞു, സിസ്റ്റർ, ഇത്തവണയും ഈശോ എന്നോട് എനിക്ക് പീരീഡ് ആയതുകൊണ്ട് ഇത്തവണയും ഈശോ എന്നോട് കരുണ കാണിച്ചിട്ട്. ഞാൻ പറഞ്ഞു, മോളെ, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ വെയിറ്റ് ചെയ്യുമ്പോ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാണ് നിന്നോട് ഈശോ കാത്തിരിക്കാൻ പറയുന്നത്? എന്തിനാണ് ദൈവം നിന്നോട് ഈ മണിക്കൂറുകൾ, ഈ ദിവസങ്ങൾ, ഈ വർഷങ്ങളും കാത്തിരിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? അത് മറ്റൊന്നിനു വേണ്ടിയല്ല. എന്തോ വലിയതിനു വേണ്ടി ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യാൻ പോവാ. എന്തോ വലിയ കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ
തീർച്ചയായും എന്റെ മക്കളെ, ഈ കാത്തിരിപ്പ് ഒരു നിരാശയിലേക്ക് എത്തിക്കില്ല, ഒരു ഡിപ്രഷനിലേക്ക് എത്തിക്കില്ല. എന്തോ വലിയ കാര്യത്തിന് വേണ്ടിയാണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയുണ്ട്. എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു 20 വർഷത്തിന് മുകളിലായി ഒരു കുഞ്ഞ് അവർക്കായിട്ടില്ല ഇതുവരെ. ഒത്തിരി സങ്കടം അവർക്കുണ്ട്. 20 കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഭാരം അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയും ഒരുപാട് അവർ സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പൊ തിരിച്ചറിയുകയാണ്, ആ ഒരു ഫാമിലിയിൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഒരു വലിയ ക്യാൻസർ ഉണ്ടാവുന്നു. അപ്പൊ ആ ക്യാൻസർ ഇച്ചിരി വലിയ ക്യാൻസർ ആയിരുന്നു. അതിൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഒത്തിരി എടുക്കേണ്ടതായിട്ട് വന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു 3 വർഷത്തിന് ശേഷമാണ് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറാകുന്നത് എന്ന് എന്നോട് അവരുടെ ആങ്ങളെ കുറിച്ച് എനിക്ക് ആ സ്ത്രീ പറഞ്ഞു തന്ന ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളിൽ ചേച്ചി പറയാണ്, സിസ്റ്ററെ, കർത്താവ് എനിക്ക് കുഞ്ഞിനെ തന്നിട്ടില്ല, അപ്പൊ ഇനി എന്റെ ദൈവം ഇടപെടുവോ? ചേച്ചിയുടെ സ്വന്തം ചേട്ടന്റെ ജീവിതത്തിൽ ഇതല്ലേ, തീർച്ചയായിട്ടും ദൈവം ഇടപെടും, വിശ്വസിക്കാം. ഒരു സമയമുണ്ട്, നമുക്കറിയില്ല, നമുക്കൊന്നും അറിയില്ല. ദൈവം എന്തിനോ വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യാണ്. വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോ എന്തിനോ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് ചിലപ്പോ ദൈവം നമ്മളോട് എന്നേക്കൊരു നോ പറയാം. അത് കർത്താവ് ഏറ്റവും ബെറ്ററായ മറ്റെന്തോ വേണ്ടിയാണ് ദൈവം നമ്മളെ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ ആൻസർ ഉണ്ട് എന്നുള്ള വലിയ സത്യമാണ്. പക്ഷെ അവന്റെ ആൻസറുകൾ ചിലതൊക്കെ യെസ് ആയിരിക്കാം, ചിലതൊക്കെ നോ ആയിരിക്കാം. പക്ഷെ അതിനൊരു പർപ്പസ് ഉണ്ട്. അതെന്താണ് ആ പർപ്പസ് എന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ 3 ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കും. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഹന്നായെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. എന്നാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യ സഭയ്ക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. കർത്താവ് പറയാണ്, കർത്താവേ, ഒരു മുള്ള് എനിക്കുണ്ട്, ഒന്ന് ഞാൻ എടുത്തു മാറ്റി തരണേ. പലതവണ പ്രാർത്ഥിച്ചു. അതിൽ കർത്താവ് പറഞ്ഞു, മുള്ളവിടെ ഇരുന്നോട്ടെ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഈശോ അങ്ങനെയാ പറഞ്ഞു. എന്റെ കൃപ മതി നിനക്കെന്ന് ഈശോ പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ ഈശോയുടെ ഉത്തരം എന്ത് എന്നാണ് കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളും, ദൈവം എനിക്ക് എന്ത് ഉത്തരമാണ് തരുന്നത്? എന്താണ് ഇത് ലേറ്റ് ആകാൻ കാരണം? എന്താണ് കർത്താവ് ഇപ്പോൾ ഇങ്ങനെ തരുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ തിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് കർത്താവ് ഈ ധ്യാനത്തിന്റെ 1-ാം ദിവസം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇനി ഈ ഒരു വേദന നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹൃദയം നുറുങ്ങിയ അവസ്ഥ നിങ്ങൾ ഈശോയിലേക്ക് അടുപ്പിക്കണം. ഈശോൻ ദൂരേക്ക് പോകാനല്ല, മറിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കാൻ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ പെട്ടെന്ന് നമ്മുടെ മുറിവ്, നമ്മുടെ വേദന പെട്ടെന്ന് എടുത്തു മാറ്റാൻ നിർബന്ധമില്ല. പക്ഷെ ഈശോ ഒരു പ്രോമിസ് തന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിനക്ക് പീസ് തരാം, ഞാൻ നിനക്ക് സമാധാനം തരാം, ഞാൻ നിനക്ക് നല്ലൊരു ആശ്വാസം തരാം. ഈശോ പറയാം, ഓടി വന്ന് പെട്ടെന്ന് മുറിവെടുത്ത് മാറ്റുന്നു എന്നല്ല, ഒരു ടൈമുണ്ട്. ഈ ദിവസം ഈ ധ്യാനം കൂടുന്ന മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്ര എപ്പോഴും ഓർക്കുന്നുണ്ട്. ധ്യാനം കഴിഞ്ഞ് എനിക്ക് വന്ന് 7 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ, അവരുടെ ഒരു ടെസ്റ്റ് മണി എങ്ങനെയാണ്, ധ്യാനം കഴിഞ്ഞ് ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ധ്യാനം കഴിഞ്ഞ് പിന്നത്തെ മാസം, ഇത് നമ്മൾ സെപ്റ്റംബറിലാണ് നടത്തിയത്, അതുപോലെ ഒക്ടോബർ ലാസ്റ്റോട് കൂടി ഈശോ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അവള് കൺസീവ് ആവുമോ? പെട്ടെന്നാണ് ആൻസർ. അപ്പൊ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാം. ചിലപ്പോൾ കർത്താവ് നമ്മളോട് പറയും, ഒരു ഇച്ചിരി കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈശോ പറയാം. കർത്താവിന്റെ വചനം നമ്മൾ കാണുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വചനമതാ, അവന്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കാം. ഇപ്പോൾ ഈ ഒരു അവസ്ഥ, ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ കുത്തുവാക്കുകള്, മനസ്സ് മുഴുവൻ ചെവിയിൽ മുഴങ്ങുമായിരിക്കും. എന്തേ പിള്ളാരില്ലേ, വിശേഷമായില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്ന ഒരവസ്ഥ, ആരെയും കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈശോയുടെ മുറിവുകൾ നമുക്ക് സൗഖ്യം തന്നുകൊണ്ടിരിക്കണം. ഡിപ്രഷനിലോട്ടല്ല നമ്മൾ പോകുന്നേ. നമ്മുടെ ഈശോ നമ്മളെ സഹായിക്കും. ഈശോ നമ്മുടെ കൂടെ നിൽക്കും.
അത് എത്രയോ 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 വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ അസാധ്യമായതാണ് ആ ദൈവത്തിനെല്ലാം സാധ്യമാണ്. വീണ്ടും ഈശോ ഇപ്പൊ ഈ ഒരു മുറിവേറ്റ ഒരു അവസ്ഥ, ഈ ഒരു സങ്കടപ്പെട്ട, ഈ ലഭിക്കാത്തതിലുള്ള ഒരു വേദന നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വേദന ഈശോ നിങ്ങൾക്ക് മഹത്തായ ദൈവാനുഭവത്തിന് കാരണമാക്കി മാറ്റും. അതാണ് റോമ 8:28 വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ദൈവത്തിന്റെ വലിയ വചനമോ. ദൈവത്തെ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഈശോ മാറ്റുന്നത്. കർത്താവ് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ, വലിയ ടെസ്റ്റ് പണി ചെയ്യാൻ വേണ്ടിയായിരിക്കാം. ചിലപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ ഉണക്കി മറ്റുള്ളവരുടെ സഹനത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. നമുക്കറിയാലോ, മക്കളില്ലാത്ത ചില ദമ്പതികള് ഒത്തിരി അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്താൻ നമ്മൾ കാണുന്നുണ്ട്. മക്കളില്ലാത്ത ദമ്പതികള് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ആശ്വസിപ്പിച്ച് വിശ്വാസം ഉറപ്പിച്ച് നിർത്താൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം ഈ ഒരു തകർച്ച എനിക്ക് നൽകിയിട്ടുള്ളത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവിക പദ്ധതികൾ വെളിപ്പെടാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ എലിസബത്തിനും സക്കറിയായ്ക്കും നേരത്തെ കുഞ്ഞിനെ ലഭിച്ചിരുന്നെങ്കിൽ ഈശോയുടെ വഴിയൊരുക്കാൻ സ്നാപകീകരണം അവർക്ക് ലഭിക്കില്ല. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന്റെ സമയം, ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എങ്കിലും നമ്മൾ ദൈവത്തിന്റെ മുൻപിലോട്ട് കാത്തിരിക്കാൻ തയ്യാറാവുകയാണ്, സറണ്ടർ ചെയ്യാൻ തയ്യാറാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ദിവസം നമ്മുടെ ദൈവത്തിന്റെ വലിയ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കും, ആഴമായിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ദേവാലയവുമായി ചേർന്നിരിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. രാത്രിയിൽ ഈശോ നമ്മളെ സമീപിക്കും, പകൽ ഈശോ നമ്മളെ സമീപിക്കും. മറ്റൊന്നിനും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു വലിയ സാന്നിധ്യം ഈശോ നമുക്ക് തരട്ടെ. ഈശോ നിന്റെ കൂടെ, നിന്റെ അടുത്ത് ഈശോ ഉണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അനേക മക്കളോട് നമ്മൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോ ഞാൻ എപ്പോഴും ഓർക്കും, മോശ മലമുകളില് ഇസ്രായേൽ മക്കൾ താഴെ അമലേക്യരുമായുള്ള യുദ്ധത്തില് ആയിരിക്കുമ്പോൾ യുദ്ധ തുറമുഖത്ത് നിൽക്കുന്ന ജനം, പടവെട്ടുന്ന, പതറിപ്പോകുന്ന, പരാജയപ്പെടാൻ പോകുന്ന ജനത്തിന് വേണ്ടി മോശ മലമുകളിൽ കയറി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, ആ വേദനയെ ഈശോയ്ക്ക് നിങ്ങളങ്ങ് സമർപ്പിക്കുക. ഈ ഒരു വേദന ഈശോ നിന്നെ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന സമയമായിട്ട് മാറട്ടെ. ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് മാറട്ടെ. കർത്താവിന്റെ സമ്മാനം കണ്ടെത്തുന്ന ഒരു സമയമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ വേദനകളും ഇവരുടെ ഭാരങ്ങളും, കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതികൾ കരയുന്ന ഓരോ നിമിഷങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. വലിയ നെടുവീർപ്പ്, വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളുണ്ട് ഈശോ ഇവരുടെ മനസ്സിൽ. ഇവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസരങ്ങൾ എന്റെ ഈശോയും മക്കൾക്കുണ്ട്. ഈശോയെ, നീ ഇവരോട് കരുണ കാണിക്കണം ഈശോയെ, നീ ഇവരോട് വലിയ ദയ കാണിക്കണം ഈശോയെ. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ, ദൈവത്തിന്റെ വലങ്കരം വെളിപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, മഹത്വം, 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 മഹത്വം. യേശുവേ, നന്ദി, ആരാധന, 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 ആരാധന. കർത്താവെ, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, അവിടെ നീ മക്കളിലേക്ക് വന്ന് നിറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈശോ സമീപിക്കട്ടെ. ഈശോയോട് പറ, എന്റെ ഈശോയെ, മനസ്സും അടുത്തു പോകുന്നുണ്ട്. പലരും പല വാഗ്ദാനങ്ങൾ പറഞ്ഞു, ഒന്നും ലഭിക്കുന്നില്ല. ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന.
എല്ലാ കണ്ണുനീര് ഈശോയ്ക്ക് കൊടുക്കട്ടെ. ഈശോയെ കാണണേ അപ്പ, ഈ മക്കളെ കാണണേ. യേശുവേ നാഥാ, ഈശോയെ എല്ലാ വ്യക്തികളെ സമർപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ വേദനകളെയും ഭാരങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ 2 വചനങ്ങളാണ് വായിക്കാനായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുക. സങ്കീർത്തനം 40-ാം അധ്യായം 13-ാമത്തെ വചനം, കർത്താവേ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. 2-ാമത്തെ സാധിക്കുമെങ്കിൽ നിങ്ങൾ സങ്കീർത്തനം 42-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ 3 ദിവസത്തെ ധ്യാനത്തിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഒരു ചെറിയ സംഖ്യ 11 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നെടുവീർപ്പുകളും നമ്മുടെ സങ്കടങ്ങളും ദൈവത്തിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഈ 2 വചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഒരു ദമ്പതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പ്ലാനിൽ ഒന്ന്, ഒരു കുഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിൽ രൂപപ്പെടുക, ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി വളർത്തുക, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെല്ലാം ഉപരിയായി പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഈ ക്ലാസിന്റെ അവസാനത്തില് എനിക്ക് നിങ്ങളോട് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വചനം വീണ്ടും ഞാൻ എടുത്തു വെക്കുക. സങ്കീർത്തനം 40-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമാണ്. ഒത്തിരി വേദനകളിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന സങ്കീർത്തകൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് ഈ ദിവസം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റാനുള്ള കൃപ കൂടി നീ എനിക്ക് തരണം. അതെന്താണെങ്കിലും നിറവേറ്റാൻ വേണ്ടി നീ എന്നെ സഹായിക്കണം. 2-ാമതായി, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനം ആഴമായി വായിക്കുക കൂടി ചെയ്യണം. അത് ഈ ധ്യാന ദിവസം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനം. ഞാനത് പറഞ്ഞ ദേവാലയ പരിസരങ്ങളും ദൈവത്തിന്റെ അങ്കണത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുക, വചനത്തിൽ ആഴപ്പെടുക. അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ, വചനത്തിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. എല്ലാ വ്യക്തികളെയും, എല്ലാ ഭാരപ്പെട്ട വ്യക്തികള്, സങ്കടപ്പെട്ടിരിക്കുന്നവര്, ഇവരൊക്കെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് തിരുവോസ്തിയിൽ എഴുന്നള്ളി വരുന്ന ഈ സമയം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വലിയ അത്ഭുതങ്ങള് അവിടെ നിന്നേ ദിവസം ചെയ്യണേ. ഹൃദയം തുറന്നിരിക്കട്ടെ. മക്കളൊന്നും നിരാശപ്പെടണ്ടെന്നേ. നമ്മുടെ ദൈവം വലിയവനല്ലേ. നമ്മുടെ കർത്താവിന്റെ വലിയ സാധ്യതയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, എന്റെ വലിയ സാധ്യതയിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എന്റെ ഇല്ലായ്മയിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന മനസ്സ് തുറന്നു കൊടുത്തേ, വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളും ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചേ. ദൈവത്തിന്റെ വലിയ ശക്തി വെളിപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, രാജാതിരാജനായ തമ്പുരാൻ, കർത്താവെ, അത്യുന്നതനായ അപ്പ, സർവശക്തനായ കർത്താവെ, മഹോന്നതനായ കർത്താവെ, ജീവിക്കുന്നവനായ തമ്പുരാനെ വിശ്വസിച്ച് ആരാധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ,
പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ അപ്പാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ. അവിടുത്തെ പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് നിങ്ങൾ ഒരു ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. മക്കളെ, മനസ്സ് തുറന്ന് ഈശോയെ ആരാധിച്ചു. ഹൃദയം തുറന്ന് നിന്റെ സങ്കടങ്ങളും വേദനകളും കൊടുത്ത് എല്ലാ മക്കൾക്കും വിടുതൽ കിട്ടട്ടെ. കർത്താവ് വലിയ സ്വാതന്ത്ര്യം തരട്ടെ, വലിയ ഫ്രീഡം തരട്ടെ, ആത്മസ്വാതന്ത്ര്യം ലഭിക്കട്ടെ. മനസ്സിനെ ഭാരപ്പെടുന്ന നിരാശകള്, ചോദ്യങ്ങള്, യുക്തിചിന്തകൾ എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം, മഹത്വം. സ്നേഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട മക്കളെ, എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുകയാണ്. മർക്കോസ് 11 അധ്യായം 24, 25 വചനങ്ങൾ ഈശോ പറയുക, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, വിശ്വസിച്ചേ. ഈശോ പറയുക, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിന്റെ വചനം വീണ്ടും നമ്മൾ കാണുകയാണ്. സംഖ്യയുടെ പുസ്തകം 20 അധ്യായം 11 വചനം. ഇസ്രായേൽ മക്കള്, കർത്താവിന്റെ ജനം കനാൻ ദേശത്തേക്കുള്ള യാത്ര ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഒരു സമയമാണ്. കർത്താവ് മോശയോട് കൽപ്പിച്ചു. മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരുടെ മുഖങ്ങളും അതിൽ നിന്ന് കുടിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം സത്യമാണ്. വചനം സത്യമാണ്. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലായ്മയിൽ രൂപപ്പെടുത്താൻ കഴിയുന്ന സൃഷ്ടാവിന്റെ മുൻപിലേക്ക്, ഈ ദിവ്യകാലത്തിന്റെ മുൻപിലേക്ക് നിന്നെ സമർപ്പിക്കുക. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ രൂപപ്പെടുത്തിയ നിന്റെ കർത്താവാണ്. ഈ ശരീരം ഈശോ നിനക്കായിട്ട് തന്നതാണ്. നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ഈശോ കൂട്ടിച്ചേർക്കുമ്പോ ഈശോയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഒരു അമ്മയാകാൻ, ഒരു അപ്പനാകാൻ വേണ്ടി ഈശോ നിന്റെ ശരീരത്തെ രൂപപ്പെടുത്തി ഒരു കുടുംബ ജീവിതത്തിൽ ഈശോ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈശോയെ, ഇന്ന് ഈ ശരീരത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് മക്കള് പറ. ഒരപ്പനാകാൻ, ഒരമ്മയാകാൻ എന്തെങ്കിലും കുറവ് നിന്റെ ശരീരത്തിലുണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അതെല്ലാം ഈശോയുടെ പക്കലോട്ട് വയ്ക്കുക. സൃഷ്ടാവിന്റെ മുൻപിലേക്ക് നിന്റെ ശരീരത്തെ നീ ചേർത്ത് വെച്ച് ശരീരം കൊണ്ട് ഈശോയെ ഒന്ന് ആരാധിക്കാൻ പോവാണ്. മനസ്സ് നിറച്ച് വേദനയുണ്ടാകാം, മനസ്സുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കാൻ പോകണം. വിശ്വാസത്തിന്റെ ഉറപ്പുള്ള മനസ്സോടെ. കാരണം യോഹന്നാൻ 11:40 ശൂന്യമാണ് കല്ലറ. അളിഞ്ഞുപോയ ശരീരമാണ് ലാസറിന്റെ. അളിഞ്ഞുപോയ ലാസർ എന്ന് പറഞ്ഞ വ്യക്തിയില്ലാത്ത കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് ഈശോ മർത്തായോട് പറഞ്ഞു, വിശ്വസിച്ച ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല. അതേ മക്കളെ, ആ വിശ്വാസം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വന്നപ്പോ മർത്തായുടെയും മറിയത്തിന്റെയും കണ്ണുകളിൽ ജീവനുള്ള ലാസർ ആ കുഴിമാടത്തിൽ രൂപപ്പെടുന്ന നമ്മൾ കാണുകയാണ്. നമ്മുടെ സൃഷ്ടാവ് വലിയവനാണ്, നമ്മുടെ കർത്താവ് വലിയവനാണ്, നമ്മുടെ അത്യുന്നതൻ വലിയവനാണ്. എല്ലാ മക്കളും അതുകൊണ്ട് ഈ കർത്താവിന്റെ പരമമായ ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ വലിയ സാന്നിധ്യത്തെ, നിന്റെ വലിയ പരമമായ ശക്തിയെ ഞങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്നു. അസാധ്യങ്ങൾ ഇല്ലായ്മ രൂപപ്പെടുത്തുന്ന എന്റെ കർത്താവെ, ചെങ്കടലിന്റെ നടുവിൽ വഴിയൊരുക്കിയ ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എന്റെ തമ്പുരാൻ വലിയവനാണ്, എന്റെ കർത്താവ് അത്യുന്നതനാണ്, എന്റെ നാഥൻ എല്ലാത്തിനും ഉപരിയാണ്. എന്റെ ദൈവത്തിന്റെ സാധ്യത വലുതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മക്കളും ആരാധിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. വലിയ സാധ്യതകളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് സ്വർഗത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവ്
കർത്താവ്. ജീവനുള്ള നമ്മുടെ തമ്പുരാനെ സ്നേഹത്തോടെ പാടി ആരാധിച്ചേ. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ഈശോയെ നോക്കി എല്ലാ മക്കളും പാടി ആരാധിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സ് തുറന്നു കൊടുത്ത് ജീവനാഥനെ അങ്ങേ ഞങ്ങൾ. യേശുവേ ഹല്ലേലൂയ. എല്ലാ മക്കളും ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. യേശുവേ ആരാധന. ഞാൻ ആരാധിക്കുന്നു. ഈശോയെ ആരാധിച്ച എല്ലാ മനസ്സും യേശുവെ ആരാധന. ഈശോയെ കർത്താവേ ഈശോയെ ആരാധിക്കുന്നു. എന്റെ അപ്പ ആരാധിക്കുന്ന കർത്താവേ, ഒരു മനസ്സോടെ ആരാധിച്ചേ. ഭാര്യയും ഭർത്താവ് ചേർന്ന് ആരാധിച്ചേ. ഈശോയെ ആരാധിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ. ജീവിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ നാഥ ആരാധന ആരാധന. ഈശോയെ ആരാധന. ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ. കർത്താവിനെ ദേവകുഞ്ഞാടിനെ പാടി ആരാധിക്കട്ടെ. ഈശോ ഈശോയുടെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ്. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മക്കളെ. എന്റെ ഈശോയെ നിന്റെ അടുക്കല് മക്കളില്ലാത്ത ഹന്ന കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചതുപോലെ എല്ലാ മക്കളും ഒന്ന് ചേർന്നിരുന്നേ മക്കളെ. ആരോടും പറയാനാവാത്ത വേദനകളുടെ ആഴങ്ങള് ഈശോ കാണുന്നുണ്ട്. ഈശോ നിന്നെ കാണാതെ പോകില്ല മക്കളെ. ഈശോയോട് ചോദിക്ക്, അങ്ങാണല്ലോ എന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിപ്പിച്ചത്. നന്ദിയുണ്ട് ഈശോയെ. ഈശോയോട് പറ. എന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ കർത്താവെ. ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നീ പ്രാർത്ഥിക്കും. സാമുവേൽ 1:27 ഹന്ന അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. സങ്കീർത്തനം 127:3 വചനം പറയുന്നുണ്ട്, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈശോയെ വിശ്വസിക്കുകയാണ് കർത്താവെ. യാക്കോബ് 1:17 വചനം, ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് വിശ്വസിക്കുക. മാറ്റമോ മാറ്റനിഴലോ ഇല്ലാത്ത ഈ പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നെന്ന് വചനം പറയുക. ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, മാറ്റമോ മാറ്റനിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. കർത്താവെ അങ്ങ് വലിയവനാണ്. മക്കളെ, നമുക്ക് ദൈവത്തിന്റെ പരമാധികാരത്തെ ഏറ്റുപറയാം. നമ്മുടെ കർത്താവിന്റെ സർവശക്തി ഏറ്റുപറയാം. നീ വിശ്വസിച്ചേ. നീ ഞാനും ഒരു പുഴുവാണ്, ഒരു നിഴലാണ്, ഒരു ശ്വാസമാണ്, ഒന്നുമില്ല. അഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെ നമ്മുടെ ജീവിതം. എന്നാല് നമ്മുടെ ദൈവം വലിയവനാണ്, അത്യുന്നതനാണ്, മഹോന്നതനാണ്. അവനെല്ലാം സാധിക്കും. ഈശോയെ എന്റെ വലിയ സാധ്യതയെ ഞാൻ കാണുന്ന കർത്താവെ. സങ്കീർത്തനം 39:7 വചനം പറയുന്നുണ്ട്, കർത്താവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എന്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ. വിശ്വസിക്കും മക്കളെ. ഈശോട് പറ, ഞാൻ എന്താണ് കർത്താവെ കാത്തിരിക്കേണ്ടത്? എന്റെ പ്രതീക്ഷ നീയാണ് ഈശോയെ. ഈശോയെ ഏറ്റെടുക്കണേ അപ്പ. സർവശക്തനായ തമ്പുരാൻ മാലാഖമാരോട് ചേർന്ന്
വിശുദ്ധരോട് ചേർന്ന് നമുക്കിപ്പോ നമ്മുടെ തമ്പുരാനെ ആരാധിക്കാം. മക്കളെ എല്ലാം അങ്ങ് മറന്നു, നീ നിന്നെ തന്നെ അങ്ങ് മറന്നു. നിന്റെ കർത്താവിനെ നീ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചേ. നിന്റെ എല്ലാ സങ്കടങ്ങളും മറന്ന് ഈശോ നിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ എങ്ങനെയാ നീ ഈശോയെ ആരാധിക്കുക? ഈശോ നിന്റെ ഹൃദയത്തിന് തൊട്ടു മുമ്പ് നിൽക്കുമ്പോ എങ്ങനെ നീ അവനെ സ്നേഹിച്ച് ആരാധിക്കും? അതുപോലെ നമ്മുടെ തമ്പുരാനെ ഉള്ളു തുറന്ന് മുഴുവൻ ഹൃദയവും കൊടുത്ത് എല്ലാ മക്കളും ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു. മാറ്റമില്ലാത്ത തമ്പുരാൻ കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, സ്വർഗത്തിന്റെ ആജ്ഞയും അത്ഭുതവുമായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഈശോയെ, അങ്ങ് ഈ തിരുവാർത്താൽ എഴുന്നള്ളിയിരിക്കുന്നതോർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ വേദനകളും സമർപ്പിച്ച് ആരാധിക്കട്ടെ. ആമേൻ യേശുനാഥ, ആമേൻ യേശുനാഥ. സർവശക്തനായ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ജീവനുള്ള തമ്പുരാനെ ആരാധിക്കുന്ന കെട്ടുപാടുകൾ അഴിയട്ടെ കർത്താവേ, ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ഈ മക്കൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരം ലഭിക്കട്ടെ, വിശ്വാസത്തിന് ആഴമുണ്ടാവട്ടെ, പ്രതീക്ഷ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഈശോയോട് പറയാം, നമ്മളെ തൊടാൻ കണ്ണുകൾ അടച്ച്. എന്റെ ഈശോയെ, നീ വലിയ വൈദ്യനാണ് ഈശോയെ, തൊടണേ ഈശോയെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഈശോയോട്. എന്റെ ഈശോ, എല്ലാ വേദനകള്, എല്ലാ രോഗപീഠകള്, എല്ലാ സങ്കടങ്ങളൊക്കെ മാറട്ടെ ഈശോയെ. ഏറ്റെടുക്കണേ ഈശോയെ നിന്റെ മക്കളെ. ഈശോയെ ഈശോയെ അനുഗ്രഹിക്കണേ ഈശോയെ. ഓരോ മക്കളുടെയും വേദനകള്, ഓരോ മക്കളുടെയും ഭാരങ്ങള് ഈശോയുടെ വിരൽ തുമ്പ് തൊട്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന ഈശോയെ. കർത്താവേ, നീ തൊടണേ ഈശോയെ. ഈ മക്കളെ ഓരോരുത്തരെയും നീ തൊടണേ ഈശോയെ. അവരുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ നിന്റെ മക്കൾക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ തക്ക വിധത്തിൽ ഈശോയെ നീ ഇടപെടണേ. മക്കളെ ഈശോയുടെ പക്കലേക്ക് എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് സമർപ്പിച്ചേ. കർത്താവിനോട് പറഞ്ഞേ, നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ട് ഒരു കുഞ്ഞ് ലഭിക്കാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷെ കവിണ്ട് കുറവായിരിക്കാം, PCOD ആയിരിക്കാം, ചിലപ്പോൾ ഒരു ട്യൂബ് നഷ്ടപ്പെട്ടു പോയിരിക്കാം, പല വിധത്തിൽ യൂട്രസിന് വലുപ്പം കുറവായിരിക്കാം, യൂട്രസിന് കട്ടിയില്ലായിരിക്കാം, അഗാധമായ ബ്ലീഡിംഗ് ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതൊന്നും താല്പര്യമില്ലാത്ത ജീവിത പങ്കാളിയായിരിക്കും നിനക്കുള്ളത്. ആയിക്കോട്ടെ, പക്ഷെ ഈശോ ഇപ്പൊ നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുക. ഈശോയുടെ പക്കലേക്ക് അതെല്ലാം നീ സമർപ്പിച്ച്. കർത്താവെ, ഉൽപ്പത്തി 1:29 വചനം പറഞ്ഞു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. ഈശോട് പറഞ്ഞ മക്കളെ, ഈ വാഗ്ദാനം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ. പക്ഷെ ഈ വാഗ്ദാനം എനിക്ക് തരണേ എന്ന് ഓരോരുത്തരും ഈശോട് പ്രാർത്ഥിക്കട്ടെ. മക്കളെ, നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വർഗം കേൾക്കൂ. പ്രാർത്ഥിച്ചോ? ഈശോ ഈ സമയത്ത് നവംബർ മാസത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത് ഒരാളെ ഈശോ അനുഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഈശോ എനിക്ക് തരികയാണ്. കർത്താവെ, നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയും. ഒരാള് ഒരു കൊച്ചിനെ തൊട്ടിയിലിട്ട് ആട്ടുന്ന ഒരു വിഷൻ ഈശോ തരികയാണ്. ക്ലെയിം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സാക്ഷ്യമാക്കി ഈശോ മാറ്റും. കർത്താവെ, ഈശോ മറ്റൊരു വിഷൻ തരികയാണ്, നിങ്ങൾ വിശ്വസിക്കണം. ഒരു കൊച്ചിനെ ഒരു അമ്മ കയ്യിൽ കിടത്തി പുറത്ത് തട്ടുന്ന ഒരു വിഷൻ ഈശോ തരുന്നുണ്ട്. ഈശോ തരും, കുഞ്ഞിനെ തരും. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ക്ലെയിം ചെയ്യുക. കർത്താവെ, തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 27-28 വചനങ്ങൾ. ഇസ്രായേൽ ഭവനത്തിനും യൂദാ ഭവനത്തിനും മനുഷ്യർക്ക് മുഖങ്ങൾക്കും സന്താന പുഷ്ടിയുണ്ടാക്കുന്ന കാലം വരും. ദൈവത്തിന്റെ വചനമാണ്.
മക്കളെ വചനം ഏറ്റെടുക്കുക. ജെറമ്യ 31:27-28. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താന പുഷ്ടിയുണ്ടാക്കുന്ന കാലം വരുന്നു. ഈശോയെ, ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കയ്യിലുണ്ട് ഈശോ ഇവർക്കുള്ള കുഞ്ഞുങ്ങള്, അത് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 105:24. ദൈവം തന്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളേക്കാൾ ശക്തിയുള്ളതാക്കി മാറ്റി. ഈശോയെ, ഈ മക്കളുടെ മേല് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ നെടുവീർപ്പുകളും ഈശോയിലേക്ക് എടുത്തു വെക്കുക. ഈശോയെ, കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടും അനേക ജീവിതങ്ങള് ഈശോയെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, തിരുമുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ മക്കളെ കാണണേ ഈശോ. ഈശോടൊന്ന് പറഞ്ഞേ, എന്നെ അടുത്തോട്ടൊന്ന് വരാൻ പറ മക്കളെ. ഈശോട് പറ, എന്നെ ഒന്ന് കാണാൻ പറ ഈശോട്. ഞങ്ങളൊരു ഡേറ്റ് ഇട്ടെന്ന് പറ ഈശോയോട്. ഈശോ, എനിക്ക് ഇന്ന ദിവസം ഒരു കുഞ്ഞിനെ തരണേ ഈശോയെ. ഈശോ, ഒരു കുഞ്ഞിനെ തരണേ ഈശോയെ. പ്രാർത്ഥിക്കും. ജോബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞിനെ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കും. കർത്താവെ, നന്ദി പറയുന്നു ഈശോയെ. ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ. ഈശോ 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 അതുപോലെ തന്നെ ഒരു ഹീലിംഗ് തരുന്നുണ്ട്. നാവിനിങ്ങനെ എപ്പോഴും തരിപ്പ് വന്നുകൊണ്ടിരിക്കും, ഒരു മരവിപ്പ്, തരിപ്പ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് ഈ സമയത്ത് ഒരു സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ബ്ലീഡിംഗ് ഉള്ള മക്കൾ ഈ സമയത്ത് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രത്യേകമായിട്ട് ബ്ലീഡിംഗ് ആണ്. അതുകൊണ്ട് കൺസീവ് ആകാൻ പറ്റാത്ത ഒരു സ്റ്റേജ്, പിസിഒഡിയുടെ ഒരു അവസ്ഥ കർത്താവിന്റെ പക്കലേക്ക് നമ്മൾ ഈ സമയത്തൊന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈശോയോട് പറ, ഈശോയെ, എത്രയോ കണ്ണുനീര് ഞാൻ പൊഴിച്ചു, നീ എന്തേ എന്നെ കാണാത്തത്? ഈശോ, എന്തേ നീ എന്നെ കേൾക്കാത്തത്? മടുപ്പില്ലാതെ ഈശോയോട് പ്രാർത്ഥിച്ചേ മക്കളെ. ഹൃദയം നൊന്ത് ഒരു ഹന്നായെ പോലെ, ഒരു ഹാഗാറിനെ പോലെ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു റെബേക്കായെ പോലെ നീ പ്രാർത്ഥിക്ക്. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശോയെ, ഏറ്റെടുക്കണമേ. ഏതെങ്കിലും വിധത്തിന്റെ ശരീരത്തിന്റെ കുറവുകൾ കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ശരീരത്തിന്റെ കുറവുകൾ മൂലം കുഞ്ഞുങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. നമ്മൾ ഈശോയുടെ നാമത്തിൽ വലിയൊരു ഹീലിംഗ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ കുറവുകളും പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തമായ കരം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വചനം ഹഗായി പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. ഹഗായി 2-ാം അധ്യായം 19-ാമത്തെ വചനം വലിയ പ്രതീക്ഷയുടെ ഒരു വചനം ഈശോ നമുക്ക് നൽകുകയാണ്. ഹഗായിയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മളിത് ഇപ്രകാരം വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ്: വിത്തിനിയും കളപ്പൊരയിൽ തന്നെയാണോ? മുന്തിരി വള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈശോയുടെ വചനമാണ്. വിത്തിനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരി വള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഇനിയും ഒലിവും ഫലം നൽകുന്നില്ലേ? ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കും മക്കളെ. എല്ലാ മക്കളെ ശരീരത്തെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്തേ. ശരീരത്തിന്റെ കുറവുകൾ കൊണ്ട് മരുന്നുകൾ കഴിച്ചിട്ട് മാറ്റമില്ലാത്ത അവസ്ഥകള് കർത്താവെ, പല വിധത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, ശരീരത്തിന്റെ അബ്നോർമാലിറ്റി കൊണ്ട് കുഞ്ഞുങ്ങൾ ലഭിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ എന്റെ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം വലിയ സൗഖ്യമുണ്ടാകാൻ വേണ്ടി കർത്താവെ, സ്വീകരിച്ച വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ ഈ മക്കൾക്ക് വേണ്ടി എന്റെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ഞങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് അടയാളങ്ങൾ ചെയ്യണ ഈശോയെ, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണ ഈശോയെ. ശക്തനായ എന്റെ കർത്താവെ, ശക്തമായ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ 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 ഈശോയെ ആരാധന. തലമുറകളെ അനുഗ്രഹിക്കണ ഈശോയെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടയാളങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ലോകത്തിന്റെ അതിർത്തികളെ പ്രഘോഷിക്കാൻ തക്ക വിധത്തിൽ മഹത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ. സർവശക്തനായ കർത്താവിനെ മനമുയർത്തി ഹൃദയമുയർത്തി എല്ലാ മക്കളും ചേർന്ന് പാടി ആരാധിച്ചു പ്രാർത്ഥിച്ചേ. ഹൃദയം കൊടുത്തു പ്രാർത്ഥിച്ചേ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ. ശരീരം സമർപ്പിച്ച് കായിക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നെ തൊട്ടാ എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈശോയെ, എന്റെ ഈശോയെ, സർവ്വതും സമർപ്പിക്കുക. ഈ മക്കളെ ഓരോരുത്തരെയും നിനക്ക് തരികയാ. അവരുടെ വേദനകളിലേക്ക് ഈശോ കടന്നു വരട്ടെ.
ചെറുതും വലുതുമായ വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കള് ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എന്റെ ഈശോ നാഥാ അനുഗ്രഹിക്കണേ. ഈശോയെ നാഥാ അനുഗ്രഹിക്കണേ. ഈശോയെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ. ഈശോയെ തള്ളിക്കളയല്ലേ കർത്താവേ. അനേക മക്കൾ വേദനയിലൂടെ പിടയുന്നുണ്ട്. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ എല്ലാ വേദനകളും ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. എല്ലാ വേദനകളും കണ്ണുനീരുകളും ഈശോയുടെ കരം വെളിപ്പെടട്ടെ. ഈശോയുടെ കരം വെളിപ്പെടട്ടെ. ഈശോയെ, ഈശോയെ ഹല്ലേലൂയ. ഈശോ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കാൻ തിരുമനസ്സാകുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഇവിടെ മക്കളെ, ഈശോയുടെ തിരുരക്തം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ ശരീരത്തെ ഈശോയ്ക്ക് കൊടുക്കുക. ദൈവത്തിനെല്ലാം സാധ്യമാണ്. കർത്താവിന്റെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 40-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. വലിയ വിശ്വാസത്തോടെ, വലിയ ആശ്രയത്വത്തോടെ സങ്കീർത്തകൻ കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എന്റെ കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എന്റെ സഹായവും വിമോചകനുമാണ്. എന്റെ ദൈവമേ, വൈകരുതേ. വചനം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഹൃദയം കൊണ്ട് ആ വചനം ഏറ്റെടുക്കും മക്കളെ. ഞാൻ നിസ്സഹായനാണ്, ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എന്നാലും എന്റെ കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എന്റെ സഹായവും വിമോചകനുമാണ്. എന്റെ ദൈവമേ, അങ്ങ് വൈകരുതേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങ് വൈകരുതേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വൈകല്ലേ അപ്പാ, മാറി നിൽക്കല്ലേ അപ്പാ, ചേർത്ത് നിർത്തണേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് വലിയ കരുതൽ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഏതൊക്കെ തലങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ട്. നിന്റെ മനസ്സ് ആശ്വാസമില്ലാതെ അലയുന്ന ഒരു തലത്തിലൂടെയാണോ നീ ഇപ്പൊ പോകുന്നേ? എന്നാലും എന്റെ മക്കള് പ്രാർത്ഥിച്ച ഈശോയോട്, നിനക്ക് എന്നോട് കരുതലുണ്ട് ഈശോയെ, നിനക്ക് എന്നോട് ഒത്തിരി കെയറുണ്ടെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് ഈ ധ്യാനം കൂടുന്നവരുമായിരിക്കും. ആയിക്കോട്ടെ, എന്നാലും മുഴു ഹൃദയത്തോടെ ഈശോയുടെ മുൻപിലാകാം. മുഴു മനസ്സോടെ ഈശോയുടെ മുൻപിലായിരിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നിന്നെ തൊടും. ആരും അറിയാതെ കണ്ണു നിറഞ്ഞു പോയ സമയങ്ങള്, കൊച്ചുപിള്ളാരെ കാണുമ്പോൾ മനസ്സ് നൊമ്പരപ്പെട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാകാം. എന്താ ഈശോ എനിക്ക് എടുക്കാൻ ഒരാളെ തരാത്തതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാകാം. നീ അതെല്ലാം ഈശോയ്ക്ക് കൊടുക്ക. തമ്പുരാനെ, എന്നെ ഒന്ന് കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, എന്നെ ഒന്ന് കടാക്ഷിക്കണേ ഈശോയെ. എന്നെ നിന്റെ സ്നേഹത്തോട് നീ ഒന്ന് ചേർത്ത് വെക്കണേ ഈശോയെ. ഒഴുകിയിറങ്ങുന്ന എല്ലാ കണ്ണുനീർ തുള്ളികളും ദൈവത്തിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് നമ്മൾ വീണ്ടും സമർപ്പിക്കുക. നമ്മുടെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമ്മുടെ കർത്താവിനെല്ലാം സാധ്യമാണ്. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും. എന്റെ നൊമ്പരങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് അവന്റെ മടിയിലിരുന്ന് അവനോട് നമുക്ക് പറയാം: കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. കർത്താവേ, വൈകരുതേ അപ്പാ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്ന് ഉള്ളു നൊന്ത് പ്രാർത്ഥിക്കട്ടെ. ആ മഹാകരുണ അനുഭവിച്ച് ഈശോയുടെ മടിയിൽ അല്പനേരം എല്ലാ മക്കളും വിശ്രമിക്കട്ടെ. ജീവിതം പിന്നിട്ടപ്പോ, മുന്നോട്ട് പോകുമ്പോ കാലുകൾ പതറിപ്പോകുന്ന ഈ യാത്രയിൽ ഈശോ കൈപിടിക്കണം. ഈശോ നിന്നെ അവന്റെ മാറോട് ചേർത്ത് പിടിക്കട്ടെ.
ഈശോയെ, എൻ്റെ മുമ്പില് വലിയൊരു കുന്നായിരിക്കാം, ഒരുപക്ഷെ വലിയൊരു താഴ്വാരമായിരിക്കാം, ഇറങ്ങാനോ കയറാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോ ഞാൻ കടന്നു പോകുന്നുണ്ടാകാം. ഒരു ഉത്തരം തരണേ ഈശോയെ, എന്നെ ഒന്ന് കടാശിക്കണേ എന്ന് മനസ്സുരുകി നെഞ്ചുരുകി എല്ലാ മക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ മടിയിൽ അവനോട് ചേർന്നിരുന്ന് ഗായക സംഘത്തോടൊപ്പം നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം.